രാഹുൽ സുഹൃത്തിന്റെ വാഹനത്തിലാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. സ്വന്തം വാഹനം അടൂരിലെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് രാവിലെ കണ്ണനാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വാഹനത്തിൽ ബോർഡില്ലാത്ത ഒരു വാഹനത്തിലാണ് എന്തായാലും ഇപ്പോൾ സഭയ്ക്ക് അകത്തേക്ക് രാഹുൽ എത്തിയിരിക്കുന്നത്. സഭയിൽ ഇപ്പോഴും BS-നെ അനുസരിച്ചുള്ള പ്രസംഗം തുടരുകയാണ്. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സഭാ TV-യിൽ രാഹുലിന്റെ ദൃശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സഭയിൽ സംസാരിക്കുന്നവരുടെ ദൃശ്യങ്ങൾ മാത്രം കൊടുക്കലാണ് സാധാരണ സഭയിൽ ഒരു പതിവ്. അതിനാൽ തന്നെ രാഹുലിന്റെ ദൃശ്യങ്ങൾ കാണിക്കാനുള്ള സാധ്യത കുറവാണ്. രാഹുലിന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും രാഹുൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും പൊതുസമൂഹം ഉന്നയിച്ചിരുന്നൊരു ചോദ്യമാണ്. ഇന്നിപ്പോൾ സഭ തുടങ്ങുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ സഭയിലേക്ക് എത്തുമോ എന്നത്. ഏതായാലും ഇന്ന് സഭയിലേക്ക് ഒരു സുഹൃത്തിന്റെ വാഹനത്തിൽ എത്തിയിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, സ്വന്തം വാഹനം അടൂരിലെ വീട്ടിൽ നമുക്ക് കാണാം. കണ്ണനായർ ഇന്ന് രാവിലെ പോയിരുന്നു. പക്ഷേ സ്വന്തം വാഹനത്തിലല്ലാതെ വീട്ടിൽ നിന്നും പുറത്തുപോയി എന്നാണ് നമ്മൾ അന്നേരവും മനസ്സിലാക്കിയത്. ഇപ്പോഴിതാ സുഹൃത്തിന്റെ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വന്നിരിക്കുന്നു. വിശദ വിവരങ്ങളെത്തും. അതെ മാധു, രാഹുൽ മാങ്കൂട്ടത്തിൽ 9:20 നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തി. ലിഫ്റ്റിൽ സാധാരണ കയറുന്ന വഴി തന്നെ അദ്ദേഹം മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നിയമസഭയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ അന്തരിച്ച നേതാക്കൾക്കുള്ള ചരമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ രാഹുൽ നിയമസഭയ്ക്കുള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പ്രതിഷേധ സ്വരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ എതിർപ്പ്, പ്രതിപക്ഷ നിരയുടെ ഒന്നടങ്കമുള്ള എതിർപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രതിപക്ഷം പ്രഖ്യാപിക്കുകയും സ്പീക്കറെ അറിയിക്കുകയും ചെയ്തതിനു ശേഷവും അതെല്ലാം അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. നിയമസഭ തുടങ്ങുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നില്ല. പക്ഷേ 20 മിനിറ്റ് വൈകി സഭാ സമ്മേളന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ സ്പീക്കർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കത്ത് നൽകിയിരുന്നില്ല. അദ്ദേഹം അവധിയാണെന്നോ അല്ലെങ്കിൽ എത്തില്ലെന്നോ ഉള്ള കാരണം കാണിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ എത്താനുള്ള ഒരു സാധ്യത വളരെ ശക്തവുമായിരുന്നു. ഏതുവഴി അകത്തേക്ക് എത്തുമെന്നത് മാത്രമായിരുന്നു അറിയാനിരുന്നത്. രാവിലെ 9 മണിക്ക് നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന അവസരത്തിലും നിയമസഭാ ഹോസ്റ്റലിലോ അതുപോലെ തന്നെ നിയമസഭാ വളപ്പിനകത്തോ രാഹുൽ എത്തിയിരുന്നില്ല. അതായത് സഭാ സമ്മേളനമൊക്കെ തുടങ്ങി എല്ലാവരുടെയും ശ്രദ്ധ നിയമസഭാ സമ്മേളനത്തിനകത്ത് നടക്കുന്ന ചരമോപചാരത്തിലേക്ക് മാറിയതിന് ശേഷം മാത്രം അകത്തേക്ക് എത്തിയാൽ മതി. പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ ശ്രദ്ധ കുറച്ച് കുറയും എന്നത് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന കണക്കൂട്ടലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തിൻ്റെ വാഹനത്തിലെത്തിയത്. നേമം ഷജീർ ആണ് ഒപ്പം ഉണ്ടായിരുന്നത്. നേമം ഷജീർ യൂത്ത് കോൺഗ്രസ് നേതാവ് ആണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഏതായാലും രാഹുൽ ഇപ്പോൾ സഭയ്ക്കുള്ളിൽ എത്തിയിട്ടുണ്ട്. രാഹുലിന് സ്പീക്കർ പ്രതിപക്ഷ നിര ആവശ്യപ്പെട്ട പ്രകാരം, UDF-ന്റെ പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം, പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് പ്രകാരം രാഹുലിനെ UDF-ന്റെ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം സ്പീക്കർ AN ഷംസീർ എടുത്തിരുന്നു. പ്രതിപക്ഷ നിരയിൽ ഏറ്റവും അവസാനത്തെ സീറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുമെന്ന് അല്ലെങ്കിൽ അനുവദിച്ചുകൊണ്ട് സ്പീക്കർ തീരുമാനമെടുത്തിരിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യ 41 രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ചേർത്ത് 42 ആകേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ച അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF-ന്റെ നമ്പറിലില്ല. അതായത് ഈ സഭാ സമ്മേളനം നടക്കുന്നത് 12 ദിവസമാണ്. ഈ 12 ദിവസം 10 ദിവസവും നിയമനിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 13-4 4 ബില്ലുകളാണ് ഇതിനോടകം തന്നെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ 13 കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ സമ്മേളന കാലത്ത് നടക്കുന്ന ബില്ലുകളുടെ ചർച്ചയിലോ അതുപോലെ തന്നെ ബില്ലിൻ്റെ വോട്ടെടുപ്പിലോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അംഗസംഖ്യ പ്രതിപക്ഷ നിരയിൽ ഉൾപ്പെടുന്നുമില്ല, അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല എന്നത് പ്രഖ്യാപിച്ച ശേഷവും ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞ ശേഷവും രാഹുൽ മാങ്കൂട്ടി അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇന്നിപ്പോൾ UDF ഒന്നടങ്കം തള്ളി പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് മാറ്റി നിർത്തുകയാണ്. എന്നിട്ടും ആ മാറ്റി നിർത്തലിലും ഇന്നും സഭയിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കാരണം സ്വന്തം വീട്ടിൽ സ്വന്തം വാഹനങ്ങൾ അവിടെ തന്നെ ഉണ്ട്. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. വീട് പൂട്ടിയ നിലയിലാണ്, ആരെയും കാണാനില്ല. എവിടെ പോയി എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല. സ്വന്തം വാഹനങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും ആൾ സ്ഥലത്തില്ലാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഇന്ന് സഭയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നത് രാവിലെ മുതൽ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുഹൃത്തിന്റെ വാഹനത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വന്നത്.